കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ ബി.ജെ.പിയും വലിയ പ്രതീക്ഷയിലാണ്. ബി രാധാകൃഷ്ണ മേനോനാണ് സ്ഥാനാർത്ഥിയായി ബി.ജെ.പിക്ക് വേണ്ടി കളത്തിലുള്ളത്. എങ്ങനെയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, മണിക്കൂറുകൾ എന്നൊക്കെ പറയാം, എന്താണ് ഒരു പ്രതീക്ഷ? 100% ആത്മവിശ്വാസത്തിലാണ്. നാളെ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചങ്ങനാശ്ശേരിയിലെത്തുകയാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരി NS കോളേജിലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടാണ് തിരുവല്ലയിൽ ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും അടക്കം NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ചങ്ങനാശ്ശേരി കൂടി ഉൾപ്പെടുത്തിയത് ചങ്ങനാശ്ശേരിക്കാർക്കുള്ള ഒരു മെസ്സേജായി ഞാൻ. അവിടെ ആളുകൾക്ക് കാണാൻ സൗകര്യം ഉണ്ടാവും? അങ്ങനെ ഇല്ല, അദ്ദേഹം വരുന്നിടത്ത് ആളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശം എന്തായാലും നമ്മുടെ ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ BDJSൻ്റെ ജനറൽ സെക്രട്ടറിയും SNDP യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവർ നമ്മുടെ പാർട്ടിയുടെ ആളുകൾ, BDJSൻ്റെ ആളുകൾ, അവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കുന്നുണ്ടാവും. എന്താണ് രണ്ട് കേരള കോൺഗ്രസുകളാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ എങ്ങനെയാണ് ബി.ജെ.പിക്ക് കയറി കൂടാൻ കഴിയുക? കഴിഞ്ഞ 50 വർഷമായി കാര്യമായ ഒരു മാറ്റവും ഇല്ലാത്തൊരു പ്രദേശമാണ് ചങ്ങനാശ്ശേരി. അല്ല, ചങ്ങനാശ്ശേരിയിൽ ഈ കേരള കോൺഗ്രസുകളുടെ ഒരു രാഷ്ട്രീയം പരസ്പരം ആരോപണ പ്രത്യാരോപണവും അതിനപ്പുറത്ത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതിയും. കേരള കോൺഗ്രസ് കേരളത്തിൻ്റെയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് കിട്ടേണ്ട പിൻബലമോ സപ്പോർട്ടോ നാടിന് വേണ്ടി നേടിയെടുക്കാൻ നാളിതുവരെ കഴിയാത്ത സാഹചര്യമുണ്ട്. പിന്നെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കി, റോഡുണ്ടാക്കി എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് കാര്യമായ ഒരു പദ്ധതിയും കിട്ടാത്ത പ്രദേശമാണ്. അത് ചങ്ങനാശ്ശേരിക്കാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ പിൻബലം, ആ പിൻബലവും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു പ്രതിനിധി. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. കഴിഞ്ഞ 40 വർഷമായി പൊതുരംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പമുണ്ട്. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ CSR ഫണ്ട് ഉപയോഗിച്ചടക്കം ഈ പ്രദേശത്ത് എന്നാൽ കഴിയുന്ന, കാരണം നമ്മളൊരു MLA MP ഒന്നും അല്ലെങ്കിലും നാട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമായി പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. ഈ സഭാ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടല്ലേ? FCR പോലുള്ള വിഷയങ്ങൾ അതൊരു പ്രശ്നം ഉണ്ടാക്കുമോ? ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഇപ്പോൾ അത് തന്നെ ഗവൺമെൻറ് ഒരു കൺസെൻസിലെ സമന്വയത്തിൽ അത് നടപ്പാക്കുമെന്ന് തീരുമാനം എടുത്താൽ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവർ അങ്ങനെ ഒരു നിയമം എന്തായാലും ആവശ്യമാണ്. പക്ഷേ അത് എങ്ങനെ വേണം എന്നുള്ളത് സഭയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ അഭിപ്രായം പരിഗണിച്ച് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞു. NSSൻ്റെ ഒരു പിന്തുണ കൂടി കിട്ടുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും NSSൻ്റെ ഗ്രൗണ്ടിലാണ് ബഹുമാനായ പ്രധാനമന്ത്രി വരുന്നത്. എല്ലാവരും ചേർന്നിട്ടാണ് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം NSS ആയാലും SNDP ആയാലും ക്രൈസ്തവ സമൂഹമായാലും എല്ലാവരുമായും വ്യക്തിപരമായി നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് ചങ്ങനാശ്ശേരിയിൽ മുസ്ലിം സമൂഹവുമായിട്ട് പോലും, കാരണം ഇവിടെ പുതൂർ പള്ളിയിലും അതുപോലെ പഴയ പള്ളിയിലുമൊക്കെയുള്ള ഭരണകർത്താക്കളെ മാത്രമല്ല ഓരോ വ്യക്തികളെയും ദശാബ്ദങ്ങളായിട്ടുള്ള ബന്ധം എനിക്കുണ്ട്, വ്യക്തിബന്ധങ്ങളുണ്ട്. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് എനിക്ക് വിജയിക്കാൻ കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ NDA വിജയിക്കുമെന്ന് ബി രാധാകൃഷ്ണ മേനോൻ അവകാശപ്പെടുകയാണ്. ജി ശ്രീജിത്ത്, News 18, കോട്ടയം.